നമുക്ക് പഴം ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യം പഴം വേണം. അത് ഞാനതിൻ്റെ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കശുവണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പഴം ജാറിലേക്ക് അരിഞ്ഞിടുന്നതാണ്. ഇനി പഴം അരിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പഴം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഗൈസ്. നമ്മൾ പാലെടുത്തിട്ടുണ്ട്, അത് വയ്ക്കുക. ഗൈസ് പാല് തെറിച്ച് അടിപൊളി. ഗൈസ് പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഹോർലിക്സ്. അപ്പോൾ ഗൈസ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഹോർലിക്സ് ഇട്ടിട്ടുള്ളത്. കത്രിക നമ്മുടെ ഷേക്ക് അടിക്കാനുള്ള ചാർജ് ഇതാണ്. ദേവൻ ഹോർലിക്സ് ഇട്ടുള്ളൂ ഗൈസ്. പിന്നെ ഹോർലിക്സ് ഇടും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഹോർലിക്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹോർലിക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടേണ്ടത് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടിക്കലാണ് ഗൈസ്. മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇടണം ഗൈസ്. അത് പറയാം. പഞ്ചസാര ഇട്ടിട്ട് നോക്കും അടിക്കാൻ ഗൈസ്. പഞ്ചസാര നമ്മൾ ഇടുന്നു. ഇനി ഗൈസ് അപ്പോൾ നമ്മൾ അതിന് പൂട്ടുന്ന സാധനം എടുത്ത് പൂട്ടി അടിക്കണം. അപ്പോൾ അടിച്ചിട്ടാണ് നമ്മൾ സാധനം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കശുവണ്ടി എടുക്കുക ഗൈസ്. കശുവണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കശുവണ്ടി എടുക്കും. അങ്ങനെ നമ്മൾ രണ്ടെണ്ണത്തിനും കഷ്ണം നിറച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിത് ടേസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഗൈസ് അവിടെ എടുത്തുണ്ട് ഞാനും നല്ല ടേസ്റ്റ് ഉണ്ട്. വെച്ചിട്ട് സ്പൂൺ അതിനകത്തേക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും മസ്റ്റ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി തണുത്ത പാലെടുക്കണം. ഞങ്ങളുടെ പാലിൽ ഇത്തിരി തണുപ്പ് കുറഞ്ഞു. നല്ല അടിപൊളി തണുത്ത പാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.